നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ റീഡിങ് ഇന്ന് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, പേഴ്സണൽ റീഡിങ്സ് കുറച്ച് ദിവസം കൂടെ ഇല്ല, ഞാൻ നെക്സ്റ്റ് വീക്കിലേക്ക് അനൗൺസ് പറയാം. ഞാൻ ഓണം ഒന്ന് കഴിഞ്ഞോട്ടെ, ഓണത്തിൻ്റെ അടുത്തെത്തട്ടെ. ഓക്കെ, എല്ലാവരും ഓണത്തിനൊക്കെ റെഡി ആവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ഇന്നത്തെ റീഡിങ് നമ്മൾ എടുക്കുന്നത് ഇവിടെ തേർഡ് പാർട്ടി റീഡിംഗ് ആണെന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് നിങ്ങളുടെ നിങ്ങൾ ഒരു തേർഡ് പാർട്ടിയിലാണ് സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രം ഇത് കണ്ടാൽ മതി. ഞാൻ അത്രയും കൺഫേം ആയിട്ടുള്ള സിറ്റുവേഷൻ മാത്രമാണ് എടുക്കുന്നത്. സോ ഇതൊന്നും എല്ലാവർക്കും മാച്ച് ആവണം എന്നില്ല. ഫാമിലിയോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. തേർഡ് പാർട്ടി ചിലപ്പോൾ ഫ്രണ്ട്സ് ആവാം, എനിക്ക് ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആരെങ്കിലും ആവാം മേ ബി. പക്ഷേ അതായത് അവർക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മേലെ എന്തെങ്കിലും ഒരു കൺട്രോൾ ഉണ്ടാവും, അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ അതിപ്പോൾ പാരൻസ് എന്ന മേ ബി ഞാൻ കണ്ടാൽ ഞാൻ പറയാം, ബട്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് കൂടുതലും ലൈക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ട് എന്ന രീതിക്കാണ്. ഓക്കെ, ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ് ഞാൻ കൂടുതൽ ഉദ്ദേശിക്കുന്നത്. കാർഡ്സ് ചിലപ്പോൾ നമുക്ക് വേറെ സിറ്റുവേഷൻ കൂടി കാണിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. ബട്ട് ഞാൻ ഫോക്കസ് കൊടുക്കാൻ പോകുന്നത് അതായത് നിങ്ങളൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ്, മേ ബി നിങ്ങൾ മാരീഡ്, നിങ്ങളുടെ പേഴ്സൺ മാരീഡ്, അല്ലെങ്കിൽ അവർ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു, അല്ലെങ്കിൽ അവരെ വിവാഹം കഴിഞ്ഞു, നിങ്ങൾ സിംഗിൾ, അങ്ങനെ ആവാം. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ ഏതെങ്കിലും പേഴ്സൺ ഉണ്ട്, നിങ്ങളും പക്ഷേ റിലേഷൻഷിപ്പിൽ ആയപ്പോൾ വേറെ ഒരു ആൾ വന്നു, അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ടായിരുന്നു സംതിങ്. ഓക്കെ, അങ്ങനെ എന്ത് തന്നെയായാലും സോ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അവരുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ ചായ്വ് എങ്ങോട്ടാണ് എന്ന് നോക്കാം. ഓക്കെ, നിങ്ങളോടാണോ മറ്റേ തേർഡ് പാർട്ടിയോടാണോ എന്ന രീതിക്ക് ഒന്ന് എടുക്കാം. ഒരുപാട് ലോങ് റീഡിംഗ് അല്ല. ഓക്കെ, കുറച്ച് ചെറുതായിട്ട് തന്നെ എടുക്കുന്നുള്ളൂ. ആൻഡ് നിങ്ങളുടെ ഫ്യൂച്ചർ എന്താവും എന്നുള്ളത് നമുക്ക് ഒറക്കിൾ കാർഡ്സിൽ ചോദിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള ഇപ്പം നിങ്ങളുടെ ഇടയിൽ അതായത് പേഴ്സണിൻ്റെ ചായ്വ് നിങ്ങളോടാണോ താല്പര്യം കൂടുതൽ, അതോ തേർഡ് പാർട്ടിയോടാണോ എന്ന രീതിയിൽ. സോ നിങ്ങളോടുള്ള ഫീലിങ്സ് ആൻഡ് തേർഡ് പാർട്ടിയോടുള്ള എന്ന രീതിയിൽ എടുക്കാം. ആദ്യം നിങ്ങളോടുള്ളത് എടുക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഹെർമിറ്റ്, 6 of Pentacles, Knight of Wands, 10 of Wands, one more card please, Queen of Wands. ഓക്കെ, ഞാൻ തേർഡ് പാർട്ടിയുടെ കൂടി എടുത്തിട്ട് ഞാൻ പറയാം. ഓക്കെ, കാരണം ഇവിടെ തേർഡ് പാർട്ടിയോടുള്ള എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ തേർഡ് പാർട്ടിയോട് എന്താണ്. വീൽ ഓഫ് ഫോർച്യൂൺ, 8 of Swords, 5 Pentacles, 10 of Pentacles, 10 of Swords, Hangman. Wow, excellent. ഓക്കെ, ഞാൻ നിങ്ങളുടെ ഭാഗം കണ്ടപ്പോൾ ഒരു ചെറിയ വിഷമത്തിലായിരുന്നു, ബട്ട് തേർഡ് പാർട്ടിയുടെ കണ്ടപ്പോഴും അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ എനർജി ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളോട് സൈലൻസ് ആണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നേരത്തെ 9 of Wands വന്നിരുന്നു ബോട്ടം. സോ നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ കുറവാണ്. ഓക്കെ, നിങ്ങളടുത്ത് ഒരല്പം അകൽച്ച വെച്ച് നിൽക്കുന്നുണ്ട്. നിങ്ങളോട് സംസാരം കുറവാണ്. ബ്ലോക്ക് ചെയ്ത് പോയി കാണാം. ചിലപ്പോൾ ചെറിയ സെപ്പറേഷൻ ആയിരിക്കാം. എനർജി വൈസ് ഇവിടെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒന്ന് മാറി നിൽക്കുന്നുണ്ട്, സൈലൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്നും പറയുന്നില്ല, കാര്യങ്ങൾ തുറന്ന് പറയുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനിൽ അതായത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അതായത് നിങ്ങൾ മാത്രമാണ് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അവരുടെ ഭാഗത്തുനിന്നില്ല എന്ന രീതിക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ പേഴ്സണ് വേറെയും കാര്യങ്ങളുണ്ട്. കൂടുതലും ഫാമിലി എനർജിയാണ് എനിക്ക് വരുന്നത്. ഫാമിലി, കുട്ടികൾ, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ അതായത് അവർക്ക് ചില റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഓക്കെ, റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവർക്ക്, അവരെ ലൈഫിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊക്കെ അവർക്ക് സമയം കൊടുക്കേണ്ടി വരുന്നുണ്ട്, അതിൽ എഫേർട്ട് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ളത് കുറവാണ്. ഓക്കെ, നിങ്ങളോട് കാണിക്കുന്നത് കുറവാണ്. നിങ്ങൾക്ക് സ്നേഹമായാലും കെയർ ആയാലും സമയമായാലും ഒക്കെ നിങ്ങൾക്ക് തരുന്നത് കുറവാണ്. നിങ്ങൾ അങ്ങോട്ടാണ് കൂടുതൽ ചെയ്യുന്നത്, ഇങ്ങോട്ട് അധികമില്ല. ഓക്കെ, കുറവാണ് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ പറയുകയാണ് ഞാൻ. സോ ഇവിടെ പേഴ്സൺ സൈലൻ്റ് ആണ് എന്നും കാണുന്നുണ്ട്. പക്ഷേ ആ സൈലൻ്റ് ആയിട്ടിരിക്കുമ്പോഴും അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. ഓക്കെ, ഒരിക്കലും നിങ്ങളെ ഓർക്കുന്നില്ല എന്ന് നിങ്ങൾ ധരിക്കരുത്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഹെർമിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഒരു വെളിച്ചമുണ്ട് ഇവിടെ. ഓക്കെ, എവിടെയോ ഇരുട്ടിലും ഒരു വെളിച്ചമായിട്ട് നിങ്ങളെ അവർ കാണുന്നുണ്ട് ഡെഫിനറ്റ്ലി. കാരണം അവർ ഐ തിങ്ക് അവർ അറിയാൻ ശ്രമിക്കുന്നുണ്ട് ഇതെന്താണ്, ഇതെന്ത് ബന്ധമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആരാണ്, അവരുടെ ലൈഫിൽ എന്താണ് എന്നൊക്കെ അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ്. ബട്ട് ഇവിടെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ല ഇപ്പം നിങ്ങൾ തമ്മിൽ. ഓക്കെ, അത് വളരെ ക്ലിയർ ആണ്. ബട്ട് അവർക്ക് നിങ്ങളോട് അട്രാക്ഷൻ ഉണ്ട്, പാഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഐ തിങ്ക് അതൊരു വളരെ
സ്റ്റഡി ആയിട്ട് നിൽക്കുന്നവർ ആയിട്ടല്ല ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് വന്ന് സംസാരിക്കും, ചിലപ്പോൾ നല്ലോണം സ്നേഹം കാണിക്കും, പക്ഷെ അത് കഴിഞ്ഞാൽ വീണ്ടും അവർ പുറം. എനിവേ, ഐ തിങ്ക് ഇന്നലെ ഞാൻ പറഞ്ഞു ഇൻ ആൻഡ് ഔട്ട് എനർജി ഇവിടെ വീണ്ടും ഉണ്ട്. 10 ഓഫ് വോൺസ് കാണുന്നുണ്ട്. സോ അവർക്ക് ചില ഭാരങ്ങളുണ്ട് അവരുടെ മനസ്സിൽ. ഓക്കെ, അത് ഭാരം എന്ന് പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ ചുമതലകളുടെ ആയിരിക്കാം, അവർക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുടെ ആയിരിക്കാം, ഈ റിലേഷൻഷിപ്സിനെ കുറിച്ച് ഓർത്തിട്ടായിരിക്കാം. പല കാര്യങ്ങളും അവരുള്ളിൽ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ട്. ഇതേ തേർഡ് പാർട്ടിയുടെ എനർജി തന്നെയാണ് അവർക്ക് വേറെയും ചില കാര്യങ്ങൾ ഭാരങ്ങളായിട്ട് അവരുടെ മേലെ ഉണ്ട് എന്നാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ബട്ട് അതിൻ്റെ ഇടയിൽ വന്നത് ഈ ക്വീൻ ഓഫ് വോൺസ് എനർജി വന്നതുകൊണ്ടാണ് ഞാൻ ഒന്ന് സംശയിച്ചത് ഈ തേർഡ് പാർട്ടി ആണോ കാണിക്കുന്നതെന്ന്. അല്ല, ഓക്കെ, ഇത് നിങ്ങളെയാണ് കാണിക്കുന്നത്. അവരുടെ ലൈഫിൽ ഞാൻ പറഞ്ഞ പോലെ അവരുടെ ലൈഫിൽ ഒരു പ്രസൻസ്, നമ്മൾ പറയില്ലേ, ഒരു നല്ലൊരു ഫ്രണ്ട് അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു സപ്പോർട്ടർ അല്ലെങ്കിൽ നമുക്കൊരു ഇഷ്ടം തോന്നുന്നത്, അങ്ങനെയെല്ലാം തോന്നുന്നത് അത് നിങ്ങളോടാണ്. ഓക്കെ, ആ രീതിക്ക് അവർ കാണുന്നത് നിങ്ങളെയാണ് കാണുന്നത്. നിങ്ങളെ അവരുടെ ലൈഫിൽ അവരൊരു നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ടാവാം, ചിലപ്പോൾ അതുമായിരിക്കാം നിങ്ങളോടൊരു അട്രാക്ഷൻ അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ വേണം അവരുടെ ലൈഫിൽ എന്ന് തന്നെയാണ് അവർക്ക്. അങ്ങനെ വളരെയധികം അവർക്ക് അത് ആഗ്രഹമുണ്ട്. പക്ഷേ ആക്ഷൻ എടുക്കുന്നില്ല. നമുക്ക് ഹാങ്മാൻ ഫൈനൽ വന്നിട്ടുണ്ട്. സോ യെസ്, അവർ ആക്ഷൻ എടുക്കുന്നില്ല, മാറി നിൽക്കുന്നുണ്ട്, ഒന്നും തുറന്ന് പറയുന്നില്ല എന്ന രീതിക്കൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ബട്ട് നിങ്ങളോടുള്ള ഫീലിങ്സ്, ക്വീൻ ഓഫ് വോൺസ് എനർജി ഡെഫിനറ്റ്ലി നിങ്ങളെ വളരെ അവരുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആയിട്ടാണ് അവർ കാണുന്നത്. ഓക്കെ, ആൻഡ് തേർഡ് പാർട്ടിയോട് നോക്കുകയാണെങ്കിൽ എല്ലാ കാർഡ്സും പറയുന്നത് അവർ അവിടെ പെട്ട് നിൽക്കുകയാണ്. ഒരൊറ്റ ആൻസറേ ഉള്ളൂ, അവരവിടെ പെട്ട് നിൽക്കുകയാണ്. ഓക്കെ, ഇതൊരു കാർമിക് റിലേഷൻഷിപ്പാണ്. അവരെ ഫാമിലി, അത് മാരേജ് ആണ് എനിക്കിവിടെ കൂടുതലും കാണുന്നത്. മാരീഡ് എനർജി ആണ്, അല്ലെങ്കിൽ മാരേജ് തീരുമാനിച്ചായിരിക്കാം. ഈവൻ ഫാമിലി ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ റെക്കോർഡിങ്ങിന് ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ സൗണ്ടുകളാണ്. ഓക്കെ, സോ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ കാണുന്നുണ്ട്. ആൻഡ് ഇതൊരു കാർമിക് ആണ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. അവരുടെ ലൈഫ് ഒന്നുമില്ലെങ്കിൽ എക്സ് ആയിരിക്കാം, അവരുടെ എക്സ് ആരെങ്കിലും വിട്ടുപോയ ഏതെങ്കിലും ബന്ധങ്ങൾ തിരിച്ചു വന്നതായിരിക്കാം. കുറച്ച് പേർക്ക് അങ്ങനെ ഒരു എനർജി ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അവർ ഹസ്ബൻഡ് ഓർ വൈഫ്, അത് അവർ കാർമിക് ആണ്. ഓക്കെ, അത് കാർമിക് എന്ന് പറയുമ്പോൾ അവരെ പൂർവ്വജന്മത്തിൽ അവർക്ക് എന്തോ ഒരു കർമ്മ ഉണ്ടായിരുന്നു, അത് തീരാൻ വേണ്ടിയിട്ടുള്ളതാണെന്നാണ് അർത്ഥം. ഓക്കെ, അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം വരേണ്ടതാണ്. ബിക്കോസ് അത് അവർ തമ്മിൽ എന്തോ ക്ലിയർ ആവാനുണ്ട്, അതുകൊണ്ടാണ് വരുന്നത്. സോ ഇവിടെ ഒരു കാർമിക് സിറ്റുവേഷൻ ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്. അവർ പെട്ട് നിൽക്കുന്ന ഒരു എനർജി ഉണ്ട്. ഓക്കെ, അഗെയിൻ ചുമതല ഞാൻ പറഞ്ഞു. ഇപ്പോൾ ലേഡീസ് ആണെങ്കിൽ മാത്രമല്ല, ജെൻസ് ആണെങ്കിലും ഓക്കെ, അവർക്ക് ഫാമിലിയെ ടേക്ക് കെയർ ചെയ്യണം. അല്ലെങ്കിൽ സിക്കായിട്ട് വീട്ടിൽ ആരെങ്കിലും ഉണ്ടാവാം, അത് ടേക്ക് കെയർ ചെയ്യണം. കുറച്ച് പേർക്ക് കുട്ടികളുടെ കാര്യമായിരിക്കാം, ഫാമിലിയുടെ കാര്യമായിരിക്കാം, വൈഫോ ഹസ്ബൻഡോ ആയിരിക്കാം, അല്ലെങ്കിൽ അച്ഛനോ അമ്മയായിരിക്കാം, പാരൻസ് ആയിരിക്കാം. സോ അങ്ങനെ ചില സിറ്റുവേഷൻസിൽ അവർ പെട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്. അത് അവർ ചെയ്യേണ്ട കാര്യമാണ്, പക്ഷേ അവർ ചുമതലയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിലവർ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ, സമയം കൊടുത്തേ പറ്റൂ. അപ്പോൾ അവരിൽ പെട്ട് നിൽക്കുന്ന രീതി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ചിലപ്പോൾ മാരേജ് ഫിക്സ് ചെയ്തായിരിക്കാം, പാരൻസിൻ്റെ വാക്ക് തട്ടിക്കളയാൻ പറ്റില്ല, അങ്ങനെയായിരിക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പറഞ്ഞ വ്യക്തിയെ കല്യാണം കഴിക്കാം എന്ന രീതിക്കായിരിക്കാം. സോ എന്തുകൊണ്ടും അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല, അവരെതിരെ പോകാൻ, അതായത് എതിർത്ത് നിൽക്കാനൊന്നും പറ്റാത്ത ഒരവസ്ഥയ്ക്കാണ്. ഇവിടെ 5 പെൻറ്റിക്കിൾസ് ഉണ്ട്. നിങ്ങളെ നഷ്ടം ഫീൽ ചെയ്യുന്നുണ്ട്, നഷ്ടബോധം നല്ലോണം ഉണ്ട് അവർക്ക്. ഈ ഒരു സിറ്റുവേഷനിൽ അവർ പെട്ട് നിൽക്കുന്നു മാത്രമല്ല, അവർക്കൊരു വളരെയധികം നഷ്ടബോധം ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്കൊരു മാനസികമായിട്ട് അവർ ഒരു ഹാപ്പി അല്ല കാണുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ പറയില്ലേ ചില സമയത്ത് എല്ലാവരും ഉണ്ടാവും കൂടെ. ഇവിടെ ഹാപ്പി ഫാമിലി എന്നൊരു ഒരു 10 ഓഫ് പെൻറ്റിക്കിൾസ് എനർജി ഉണ്ട് ഇവിടെ. പക്ഷേ ആ ഇത് ഫാമിലിയെ കുറിച്ചാണ് പറയാം. ഫാമിലി, ഹസ്ബൻഡ്, വൈഫ്, ഫാമിലി, കുട്ടികൾ, അച്ഛനമ്മമാർ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു നല്ലൊരു ഫാമിലി അല്ലെങ്കിൽ നല്ലൊരു സെറ്റപ്പ് എന്നാണ് വിളിക്കുക. ബട്ട് അതിൻ്റെ ചുറ്റും വന്ന കാർഡ്സ് മുഴുവൻ നെഗറ്റീവാണ്. അപ്പോൾ ഇത് പുറമേ കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് പുറത്ത് കാണിക്കുന്നത് ഞാൻ വളരെ ഹാപ്പിയാണ്, എൻ്റെ ലൈഫ് ഞങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുണ്ട് എന്ന രീതിക്കൊക്കെ കാണിക്കുന്നുണ്ടാവും. പക്ഷേ ഉള്ളിൽ ഫീൽ ചെയ്യുന്നത് തനിച്ചാണ്, അവർ ഒറ്റപ്പെട്ടാണ് ഫീൽ ചെയ്യുന്നത്. എല്ലാവരും ചുറ്റും ഉണ്ടെങ്കിലും അവർക്ക് തനിച്ചായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. മേ ബി നിങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എവിടെ ഉള്ളിൽ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, ലൈഫിനോട് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. നിങ്ങളോടുള്ള ഒരു അട്രാക്ഷൻ ഒരു ഭാഗത്ത് കാണുന്നുണ്ട്, ചിലപ്പോൾ അത് മിസ്സിങ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുന്നു എന്ന തോന്നലായിരിക്കാം. സോ എന്തായാലും ഇവിടെ ആ ഒരു മാനസികമായിട്ട് നോക്കുകയാണെങ്കിൽ അവരൊരു നല്ലൊരു അവസ്ഥയിലല്ല ഇരിക്കുന്നത്. എനിക്ക് വേറെ പുറമേയൊക്കെ കാണുമ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാവും, ഓക്കെ ഫോട്ടോ കിട്ടുമല്ലോ, എന്തോ ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരെവിടെ പോയി അടിച്ചു പൊളിച്ചു എന്നൊക്കെ നിങ്ങൾ പറയും. ബട്ട് നോ, അത് റിയാലിറ്റി അല്ല. ഓക്കെ, നിങ്ങൾ കാണുന്നത് നമ്മൾ പുറത്ത് കാണിക്കുന്ന ഒരു ഇമേജ് മാത്രമാണ്. അകത്ത് കിടക്കുന്ന മുഴുവൻ എല്ലാം സ്ട്രെസ്സും ടെൻഷനും കാര്യങ്ങളുമാണ്. അവിടെ 10 ഓഫ് സോർഡ്സ് ഉണ്ട്. എൻഡിങ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. അവർക്കത് എൻഡ് ചെയ്യാൻ പക്ഷെ സാധിക്കില്ല. ഓക്കെ, എൻഡ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷേ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ആ സിറ്റുവേഷനിൽ അവർക്ക് പുറത്ത് വരാൻ അവർക്ക് സാധിക്കില്ല. മേ ബി കുറച്ച് പേർക്ക് ആക്ച്വലി എന്തെങ്കിലും വീട്ടിൽ ആരെങ്കിലും മരണം എന്തെങ്കിലും, ഓക്കെ മേ ബി ജസ്റ്റ് എന്തോ പെട്ടെന്ന് എനിക്ക് അങ്ങനെ തോന്നി, അങ്ങനെയൊക്കെ നടന്ന് കാണാം. സോ അവർക്ക് എവിടെയോ ചില സിറ്റുവേഷനിൽ അവർ സ്റ്റക്കായിട്ട് തന്നെയാണ് എനിക്ക് കാണുന്നത്. അതിൽ പുറത്ത് വരാൻ പറ്റും എന്ന് തോന്നുന്നില്ല.
ഓക്കെ. ബട്ട് ഫീലിങ്സ് വൈസ് ഇപ്പോൾ ഇവിടെ കണ്ടതിൽ വെച്ചിട്ട് തേർഡ് പാർട്ടിയോട് യാതൊരു ഫീലിങ്ങും ഇല്ല. ഓക്കെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളോടാണ് കുറച്ചെങ്കിലും കാണുന്നത്. ഇപ്പോൾ പക്ഷെ അവർ ആ മാനസികമായിട്ട് തന്നെ അവർ എല്ലാത്തിൽ നിന്നും ഒരു വിഡ്രോവലാണ് എനിക്ക് കാണുന്നത്. എല്ലാത്തിൽ നിന്നും വിഡ്രോ ചെയ്ത് നിൽക്കുന്ന രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. അവർ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിലായാലും ശരി, തേർഡ് പാർട്ടിയുമായിട്ടായാലും ശരി, എല്ലാത്തിൽ നിന്നും അവർക്ക് മനസ്സ് മടുത്ത ഒരു രീതിയിലാണ് ഇപ്പോൾ കാണുന്നത്. മേ ബി സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കൊണ്ടായിരിക്കാം. ഓക്കെ. നമുക്ക് ജസ്റ്റ് ഒരു ഫൈനൽ ഡിസിഷനായിട്ട് നിങ്ങളോടുള്ള ഫീലിങ്സ് ഒന്ന് എടുത്തേക്കാം. നമ്മൾ ഇന്റേണൽ നമ്മൾ പറയില്ലേ ഡീപ്പ് ഫീലിങ്സ്, അവർ ഒന്ന് നമ്മൾ അവരുടെ ഒരു ഹയർ സെൽഫ്, ആക്ച്വലി ഇങ്ങനെ ഒരു കാര്യം ഞാൻ മുമ്പ് ചെയ്യാറുണ്ട്. ഹയർ സെൽഫിനോട്, അതായത് അവരുടെ തന്നെ സോള് എന്നോട് ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും നോക്കാം. ഓക്കെ. നിങ്ങളോടുള്ള ഫീലിങ്സ്, അവരുടെ സോൾ എന്താ പറയുന്നത്? സോൾ സെയിം 5 cups, 8 of pentacles, Empress, beautiful. Oh my god, very beautiful. See, അവർ ഓക്കെ തേർഡ് പാർട്ടിയോട് എടുത്തേക്കാം. തേർഡ് പാർട്ടിയോട് അങ്ങനെ പറയുമ്പോഴാണ് ഒരു രസം. ഓക്കെ. 7 of swords, Queen of swords, and okay, വെരി 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 ഓക്കെ. വാവ്, ഞാൻ പറയുന്നില്ല കൂടുതൽ. സോ ഇവിടെ ഇതെന്തുകൊണ്ടാണ് ഞാൻ ഒരിക്കലും നമ്മളങ്ങനെ സന്തോഷിക്കരുത് അല്ലേ. ഓക്കെ, സോറി, ദൈവമേ പൊറുക്കണേ. ഓക്കെ. സോ ഇവിടെ എനിക്ക് കാണുന്നത്, ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ആ ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നതാണ്. അതാണ് കാര്യം, വേറൊന്നുമല്ല. ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന രീതിക്കാണ്. ഓക്കെ. നിങ്ങൾ അവരുടെ സോളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പറയില്ലേ, അവരുടെ മനസ്സിലുള്ളത് അവരെപ്പോഴെങ്കിലും തുറന്ന് പറയാൻ അവർക്ക് സാധിക്കുമെങ്കിൽ അവർ പറയുന്നത് നിങ്ങളെയാണ് അവരെ ഫാമിലി ആയിട്ട് കാണുന്നത്. ഓക്കെ. നിങ്ങളെ അവരെ ലൈഫായിട്ട് അവർ കാണുന്നു എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ. കാരണം ഇവിടെ വന്ന വേറൊരു കാർഡ് ഉണ്ടായിരുന്നു, ഞാനത് എടുത്തില്ല എന്ന് മാത്രം. യെസ്. ഓക്കെ. ഇത് മൂന്നും പറയുന്നത് നിങ്ങളെ വിട്ട് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ. നിങ്ങളെ വിട്ട് മാറി പോകേണ്ടി വന്നു. അത് അവർ ഒരു സാക്രിഫൈസ് അവർ ചെയ്താണ്. അതായത് ഇപ്പോൾ വിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ടോട്ടൽ വിട്ടുപോയതായിരിക്കില്ല, കാരണം അങ്ങനെ പോകാൻ അവർക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് എന്നാലും ഒരു അകൽച്ച വെച്ച് കാണാം. ബട്ട് അവർക്ക് ഫീലിങ്സ് നിങ്ങളോടാണ്. ഏസ് ഓഫ് കപ്സ് ആൻഡ് 2 of cups ആണ് വന്നിട്ടുള്ളത്. വളരെ സോൾമേറ്റ്. ഐ തിങ്ക് ഇന്നലത്തെ ഒരു റീഡിങ്ങിലും ഇതേ എനർജിയാണ് നമ്മൾ പിക്ക് ചെയ്ത്. അവർക്ക് വളരെയധികം സ്നേഹം നിങ്ങളോട് തന്നെയാണ്. ഓക്കെ. യാതൊരു ഡൗട്ടും ഇല്ല. ഓക്കെ. പക്ഷെ അവർക്ക് നമ്മൾ സാഹചര്യവശാൽ ചിലത് വിട്ട് കളയേണ്ടി വരും, അല്ലെ, നമ്മൾ ചിലത് ഇഷ്ടമായിട്ട് പോലും ചിലപ്പോൾ നമ്മൾ വിട്ട് മാറി നിൽക്കേണ്ടി വരാം. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. ഓക്കെ. വളരെയധികം നിങ്ങളോടുള്ള ആ ഒരു സ്നേഹമാണ് കാണുന്നത്. നിങ്ങൾ എംപ്രസ് ആയിട്ടാണ് കാണുന്നത്. കുറച്ച് പേർക്ക് ആക്ച്വൽ വൈഫായിട്ട് തന്നെ വേണമെന്ന ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ മാരീഡ് ആണെങ്കിൽ, ഓക്കെ, നിങ്ങൾ ഹസ്ബൻഡിനോ വൈഫിനോ വേണ്ടിയിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് ആ സ്നേഹമുണ്ട് ഇപ്പോഴും. ഓക്കെ. തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിലും അവർക്ക് നിങ്ങളോട് സ്നേഹം തന്നെയാണ്. നിങ്ങളെ തന്നെയാണ് ഇപ്പോഴും ഇപ്പോൾ അവർ ഫാമിലി ആയിട്ട് കാണുന്നത്, അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ടൊരു ആഗ്രഹമൊക്കെ നിങ്ങളുമായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ലേഡീസ് മാത്രമല്ല, ജെൻസ് ആയാലും മാറ്റിയെടുത്തോളൂ, ഞാൻ എപ്പോഴും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ. സോ ഇവിടെ നിങ്ങളുമായിട്ട് ഒരു റിയൂണിയൻ, നിങ്ങളുമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഫാമിലി എന്ന രീതിയിലൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ. അവരുടെ സോൾ പറയുന്നത് നിങ്ങളെയാണ് അവർ ചൂസ് ചെയ്യുന്നത് എന്നാണ്. ഓക്കെ. ആൻഡ് ഇവിടെ തേർഡ് പാർട്ടിയോടുള്ളത് നമ്മൾ അവരുടെ സോളിനോട് ചോദിക്കുകയാണെങ്കിൽ അവിടെ പല കാര്യങ്ങളും മറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരു ചീറ്റിംഗ് എനർജി കാണുന്നുണ്ട്. ഇപ്പോൾ തേർഡ് പാർട്ടി അവർ ചീറ്റ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ അവിടെ പല കാര്യങ്ങളും ഹിഡൺ ആണ് എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ. അവിടെ ഒരു റിയൽ ഒരു സ്നേഹമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഓക്കെ. അത് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ പറയില്ലേ, പുറമേ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, ഒരു മറ എന്ന രീതിക്ക് എന്തൊക്കെയോ അവിടെ ഇങ്ങനെ എനിക്കൊരു നല്ല എനർജിയെ പിക്ക് ചെയ്യുന്നില്ല. ക്വീൻ ഓഫ് സോർഡ്സ് എനർജിയാണ്. അവർ ഇപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടി അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. വളരെയധികം പലതരത്തിലും, മീൻസ് ഫാമിലിയിലായാലും മേ ബി കുറച്ചുകൂടി ഡോമിനേറ്റിംഗ് ക്യാരക്ടർ ആയിരിക്കാം. ഓക്കെ. കുറച്ച് കൺട്രോളിങ് എന്ന രീതിക്ക് എനിക്ക് തോന്നുന്നുണ്ട്. സോ അങ്ങനെയുള്ള ഒരു എനർജിയാണ്. ആൻഡ് ഇത് ഹൈറോഫൻ്റ് വന്ന സ്ഥിതിക്ക് മെയിൻലി മാരേജ് തന്നെയാണ് വരുന്നത് വീണ്ടും. സോ അവർ മാരീഡ് ആണ്, കമ്മിറ്റഡ് ആണ്. ഓക്കെ. അപ്പോൾ സൊസൈറ്റിയുടെ ഇത് നമ്മൾ മാനിച്ചേ പറ്റൂ എന്ന രീതിയിൽ അവിടെ നിൽക്കുന്നതാണ്, അത്രയേ ഉള്ളൂ. ഓക്കെ. അല്ലാതെ അവിടെ യാതൊരു സ്നേഹത്തിൻ്റെ ഒരു എനർജിയും എനിക്ക് വരുന്നില്ല. കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, ബിക്കോസ് അത് നമ്മൾ പറയില്ലേ, കൊടുത്തുപോയി, അല്ലെങ്കിൽ മാരേജ് ചെയ്തു പോയി, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു പോയി, ആയിപ്പോയി എന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ബട്ട് സന്തോഷം ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ കൂടെയാണ്. ഇവിടെ നമ്മൾ പറയില്ല, ഒരു കടമ തീർക്കാൻ വേണ്ടി അവർ നിൽക്കുന്നു എന്ന് മാത്രം. ഞാനിവിടെ സെവൻ ഓഫ് പെന്റിക്കിൾസ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ എവിടെയോ വെയിറ്റ് ചെയ്യുന്ന പോലെയാണ്. ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്താണ് ഇതിലൊക്കെ ഫ്യൂച്ചർ എന്ന് അവരും ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. സോ യെസ്, ഓവറോൾ നമുക്ക് കാണുന്നത് അതാണ്. നിങ്ങളോട് തന്നെയാണ് അഗെയിൻ സ്നേഹത്തിൻ്റെ എനർജി വരുന്നത്. ലെറ്റ്സ് സീ, നമുക്ക് ഫ്യൂച്ചർ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് കാർഡ്സ് നമുക്ക് നോക്കാം. ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഇതിൻ്റെ ഈ സിറ്റുവേഷനെ കുറിച്ച് എന്താ പറയുന്നത് നോക്കാം. ഓ മൈ ഗോഡ്. ഓക്കെ. സ്നേക്ക്, ലവേഴ്സ് എനർജി വീണ്ടും വന്നു. നമുക്ക് ഐ തിങ്ക് ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ നിങ്ങളുടെ കാര്യത്തിൽ. ലയൺ, മറക്കട്ടെ.
മൗണ്ടൻ, ജഡ്ജ്മെന്റ്, വെരി നൈസ്. ബിവെയർ. ഇൻറ്റ്യൂഷനെ കുറിച്ച് ഒരുപാട് ഇവിടെ വരുന്നുണ്ട് വീണ്ടും വീണ്ടും. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കേൾക്കാനാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനുണ്ട്, സൂക്ഷിക്കാനുണ്ട്, ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒരു ഹിഡൻ ഉണ്ട് ഇവിടെ ചില കാര്യങ്ങൾ. മേ ബി തേർഡ് പാർട്ടിയെ കുറിച്ച് ഇനി നിങ്ങൾക്ക് അറിയാത്തതാണെങ്കിൽ അതെന്തെങ്കിലും ഉണ്ടാവാം, ഒന്ന് അന്വേഷിച്ചോളൂ. ഓക്കെ, ബി കെയർഫുൾ ഹൂ യു ട്രസ്റ്റ് അറ്റ് ദിസ് ടൈം എന്ന് പറയുന്നുണ്ട്. സോ നേരത്തെ ഞാൻ ഐ തിങ്ക് ഇടയിൽ പറഞ്ഞൊന്നും ഓർമ്മയില്ല. നിങ്ങളൊന്ന് കെയർഫുൾ ആയിട്ടിരിക്കാം. ഓക്കെ, ആരെയും ട്രസ്റ്റ് ചെയ്ത് കാര്യങ്ങളൊന്നും പറയാതിരിക്കാം. നിങ്ങളുടെ കാര്യങ്ങളൊന്നും അധികം ആരോടും ഷെയർ ചെയ്യാതിരിക്കുക കേട്ടോ. ഓക്കെ, കാരണം ഇവിടെ നിങ്ങളെ ഒന്ന് പിന്നിൽ കുത്തുന്ന ആരെങ്കിലും ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിന്ന് ചതിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവാം. സോ ഒന്ന് ശ്രദ്ധ വയ്ക്കാം. ഇവിടെ സ്നേക്കും പറയുന്നത് യുവർ ഇൻറ്റ്യൂഷൻ ആൻഡ് ഹീലിംഗ് പവേഴ്സ് വിൽ ഗൈഡ് യു ടു എ ബെറ്റർ പാത്ത്, ജസ്റ്റ് ബി കെയർഫുൾ എന്ന് പറയുന്നുണ്ട്. സോ അഗെയിൻ ആരോ നിങ്ങളുടെ ഇടയിലുണ്ട്, ഒരു സ്നേക്കിൻ്റെ എനർജി വരുന്നുണ്ട്. സോ ഇവിടെ ആരോ നിങ്ങളെ ഒന്നുമില്ലെങ്കിൽ ചതിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു മാനിപ്പുലേഷൻ എനർജി, എന്തോ ഒരു ചീറ്റിംഗ് എനർജി, അല്ലെങ്കിൽ ഒരു സംതിങ് ഈസ് എ റോങ് സംവെയർ എന്ന് പറയുന്ന പോലെ. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആക്ച്വലി കേൾക്കൂ. നിങ്ങൾ യൂണിവേഴ്സിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കൂ. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് വഴികൾ കാണിച്ചു തരും. മൗണ്ടൻ കാണുന്നുണ്ട്. നോ ദാറ്റ് യു ആർ പ്രൊട്ടക്റ്റഡ് ആസ് യു ഫേസ് ചാലഞ്ചസ്. ഞാൻ എന്താ പറയുക, പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ, ബട്ട് അത് മറികടക്കാനും നിങ്ങൾക്ക് സാധിക്കും എന്ന് പറയുന്നുണ്ട്. ലവേഴ്സ് എനർജി, ദർ ആർ 2 പാർട്സ് അഹെഡ്, ബി ട്രൂ ടു യുവർ സെൽഫ്. ഓക്കെ, നിങ്ങളോടും പറയുന്നുണ്ട് ചൂസ് ചെയ്യാൻ. അതായത് ഞാൻ നേരത്തെ ഫസ്റ്റ് കണ്ട നിങ്ങളുടെ കാർഡ് പറഞ്ഞതിൽ ലവേഴ്സ് എനർജി അവിടെ ഉണ്ടായിരുന്നു. സോ നിങ്ങൾ മേ ബി ആലോചിക്കുന്നതായിരിക്കാം, ഈ വ്യക്തി തന്നെ വേണോ അതോ വേറെ ആരെങ്കിലും. സോറി, ഐ തിങ്ക് അത് ഇന്നലത്തെ റീഡിംഗ് ആയിരുന്നു. സോറി, ഞാൻ ലേശം കൺഫ്യൂസ്ഡ് ആയെന്നൊരു ഡൗട്ട്. ഓക്കെ, എന്തായാലും ഇവിടെ നിങ്ങൾക്കും ഒരു ചോയ്സ് എടുക്കാൻ യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങളോടും ഒന്ന് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്കിത് വേണോ എന്നുകൂടി നിങ്ങളൊന്ന് ചിന്തിക്കാൻ കൂടി പറയുന്നുണ്ട്. കാരണം സിറ്റുവേഷൻ ഇപ്പോൾ സപ്പോസ് തേർഡ് പാർട്ടിയിൽ പേഴ്സൺ സ്റ്റക്ക് ആണെങ്കിൽ ഓക്കെ, നിങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ എന്നുകൂടി നിങ്ങൾ ചിന്തിക്കാം. ഐ തിങ്ക് ഞാൻ ഇന്നലത്തെ റീഡിങ്ങുമായിട്ട് ലേശം കൺഫ്യൂസ് ആയി. ഓക്കെ, ഹാർനസ് എ ലോയൽ ആൻഡ് പ്രൊട്ടക്റ്റീവ് ഓറ ഓഫ് ദ ലയൺ ആൻഡ് ചാർജ് അഹെഡ്. നിങ്ങളോട് പറയുന്നത് നിങ്ങളൊരു ലയൺ പോലെ ഒരു ധൈര്യം ഉള്ളെന്ന് കൊണ്ടുവന്ന് നിങ്ങൾ മുന്നോട്ട് പോകാനാണ് പറയുന്നത്. നിങ്ങൾ എന്ത് തീരുമാനം എടുക്കാനാണെങ്കിലും ധൈര്യത്തിൽ നിങ്ങൾ തീരുമാനം എടുക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ജഡ്ജ്മെന്റ്, സോൾ സെർച്ചിങ് വിൽ ബ്രിങ് ഇന്നർ പീസ് ടു മെനി ഏരിയാസ് ഓഫ് യുവർ ലൈഫ്. ഓക്കെ, നിങ്ങളും ഒന്ന് ചിന്തിക്കാനാണ് പറയുന്നത്. ഇവിടുത്തെ റിലേഷൻഷിപ്പിൽ ചില കാര്യങ്ങളുണ്ട്, തടസ്സമുണ്ട് എന്തായാലും. ഓക്കെ, അവർക്ക് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞു, പേഴ്സണ് വളരെയധികം നിങ്ങളോടാണ് സ്നേഹം, തേർഡ് പാർട്ടിയോട് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവർ സ്റ്റക്കാണ് എന്നുള്ള എനർജി നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടാണ് വന്നത്. ഓക്കെ, അപ്പോൾ അവർ നിങ്ങളെ ചൂസ് ചെയ്യുന്ന തരത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും എന്തായാലും നിങ്ങൾ വെക്കണ്ട എന്ന് മാത്രമല്ല, മേ ബി ഈ റിലേഷൻഷിപ്പ് തന്നെ ഓക്കെ, നിങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സമാധാനം ഉണ്ടോ, സന്തോഷം കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങളോടുള്ള എഫേർട്ട് ഉണ്ടോ എന്നുകൂടിയൊക്കെ നിങ്ങളൊന്ന് വാച്ച് ചെയ്യാം. ഓക്കെ, നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആലോചിക്കൂ. ഓക്കെ, തീരുമാനങ്ങൾ എടുക്കൂ. എന്തായാലും എല്ലാം നല്ലതായിട്ട് വരട്ടെ. നന്ദി, നമസ്കാരം.